ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഘനരൂപങ്ങൾ സോളിഡ്സിന്റെ ബാക്കിയുള്ളതാണ് കേട്ടോ. 3 ഡയമെൻഷനായി വരുന്ന ചിത്രങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബഹുഭുജ സ്തംഭങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. അതായത് പാദവും ശീർഷവും എന്ന് പറഞ്ഞാൽ താഴെ ഭാഗവും മുകൾ ഭാഗവും ഒരുപോലെ വരുന്ന ഘനരൂപങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്തംഭങ്ങൾ എന്ന് വിളിക്കുക. താഴെയും മുകളിലും ഒരുപോലെയുള്ള രൂപങ്ങൾ വന്നു കഴിഞ്ഞാൽ അത്തരം രൂപങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? സ്തംഭങ്ങൾ എന്ന് വിളിക്കാം. അതിൽ ബഹുഭുജ സ്തംഭങ്ങൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബഹുഭുജ സ്തംഭങ്ങളിൽ ത്രികോണ സ്തംഭം, ചതുരസ്തംഭം, പഞ്ചഭുജ സ്തംഭം, ഒരുപാട് പേരുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കോമൺ ആയിട്ട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? മുഖങ്ങളുടെ എണ്ണം, മൂലകളുടെ എണ്ണം, വാക്കുകളുടെ എണ്ണം. അപ്പൊ ഈ 3 കാര്യങ്ങൾ എങ്ങനെയാണ് എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ആ വാക്കിൽ നിന്നും കണ്ടുപിടിക്കുന്നത് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇനി ഓരോരോ രൂപങ്ങളെ നമുക്ക് തരംതിരിച്ച് പഠിക്കാം. കാര്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ക്യൂബ്, ക്യൂബോയിഡ്, സിലിണ്ടർ, കോണ്, സ്ഫിയർ, ഹെമിസ്ഫിയർ, ഇങ്ങനെയുള്ള 6 രൂപങ്ങളാണ്. അതിൽ ആദ്യമായിട്ട് നമുക്ക് 2 രൂപങ്ങളെ ഒരുമിച്ച് പഠിക്കാം, ക്യൂബും ക്യൂബോയിഡും. ഞാൻ പേര് എഴുതാണ് ക്യൂബ്, ക്യൂബോയിഡ്. ഈ ക്യൂബിന് മലയാളത്തിൽ നമ്മൾ വിളിക്കാറുള്ളത് സമചതുര കട്ട. ഇതാണ് അതിന്റെ പേര്, സമചതുര കട്ട. ക്യൂബോയിഡിന് നമ്മൾ വിളിക്കാറുള്ളത് ചതുരക്കട്ട. അപ്പൊ ഈ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം എന്താണെന്ന് വ്യക്തമായി കാണും. ഒന്ന് സമചതുരക്കട്ടയാണെങ്കിൽ അടുത്തത് ചതുരക്കട്ട. ഞാൻ ആ ചിത്രം വരയ്ക്കുന്നതിന് മുമ്പ് 1-2 എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മൾ പാമ്പും കോഴിയൊക്കെ കളിക്കുന്ന സമയത്ത് ആ ഉരുട്ടിയിടുന്ന ഡൈസ് കണ്ടിട്ടുണ്ടോ? അതിന്റെ എല്ലാ മുഖങ്ങളും അല്ലെങ്കിൽ എല്ലാ വക്കുകൾക്കും ഒരേ ഡയമെൻഷൻ, ഒരേ അളവായിരിക്കും. അപ്പൊ ആ ഒരു രൂപത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സമചതുരക്കട്ട എന്ന് വിളിക്കുന്നത്. ചതുരക്കട്ട എന്ന് പറഞ്ഞാൽ ഈ വെട്ടുകല്ല്, ഇഷ്ടിക, ഒരു സാധാരണ വീടിന്റെ മുറി, അതൊക്കെ എന്താണ്? ചതുരക്കട്ടയുടെ ആകൃതിയിലുള്ള രൂപങ്ങളാണ്. അപ്പൊ സമചതുരക്കട്ടയ്ക്ക് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് ഡൈസ് ആണ്, ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ക്യൂബാണ്. എല്ലാ വാക്കുകൾക്കും ഒരേ അളവുള്ള രൂപത്തിലാണ് നമ്മൾ ഇത് വിളിക്കുന്നത് സമചതുരക്കട്ട അഥവാ ക്യൂബ് എന്ന് വിളിക്കുന്നത്. ഞാൻ ഇവിടെ താഴെയുള്ള ഈ ഒരു വക്കിന്റെ നീളം 10 കൊടുത്താൽ നമ്മൾ വരച്ച 12 വക്കുകളുടെ നീളം എത്രയായിരിക്കും? 10 തന്നെ ആയിരിക്കും കേട്ടോ. ഇനി ചതുരക്കട്ടയിലേക്ക് വന്നാൽ ഇതാണ് ചതുരക്കട്ട. അപ്പൊ ഈ 2 ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ എനിക്ക് വ്യക്തമാവും ഇവിടെ എല്ലാ വക്കുകൾക്കും ഒരേ അളവാണെങ്കിൽ ഈ നീളമല്ല ഈ നീളം, ആ നീളമല്ല ഇങ്ങനെ വരച്ചിരിക്കുന്നത്. 3 ഡയമെൻഷൻ എന്താണ്? 3 അളവായിരിക്കും. ഞാൻ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വരച്ച രേഖയെ നീളം എന്ന് ലെങ്ത് എന്ന് അടയാളപ്പെടുത്തുകയാണ്. ഇതാണ് ഈ രൂപത്തിന്റെ വീതി കേട്ടോ, ബ്രെഡ്ത്ത്. ഈ മുകളിൽ വരയ്ക്കുന്നത് എന്തായിരിക്കും? ബ്രെഡ്ത്ത് ആയിരിക്കും. ഈ വരച്ചതാണ് നമ്മുടെ രൂപത്തിലെ ഹൈറ്റ്. ഈ അളവും എന്തായിരിക്കും? ഹൈറ്റ് ആയിരിക്കും. അതായത് ചതുരക്കട്ടയിലേക്ക് വരുന്ന സമയത്ത് നീളവും വീതിയും ഉയരവും ഇത് 3ഉം വ്യത്യസ്ത അളവായിരിക്കും. ഇവിടെ വന്നാൽ നീളവും വീതിയും ഉയരവും എന്തായിരിക്കും? അത് 3ഉം ഈക്വൽ ആയിരിക്കും. അപ്പൊ അത് നമ്മൾ ചിത്രം വെച്ചിട്ടോ. ക്യൂബ് എന്താണ്? വാക്കുകൾക്കെല്ലാം ഒരേ അളവാണ്. ക്യൂബോയിഡിന് അങ്ങനെയല്ല, നീളവും വീതിയും ഉയരവും എന്തായിരിക്കും? വ്യത്യസ്ത അളവായിരിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ള 2 ഫാക്ട് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന്, ഈ കാണുന്ന ഒരു ത്രിമാന രൂപത്തിന്റെ അല്ലെങ്കിൽ ഈ രൂപത്തിന്റെ പുറംഭാഗത്തിന്റെ മുഴുവൻ അളവ് എത്രയാണ്? അപ്പൊ ആ ഒരു അളവിനെ വിളിക്കുന്ന പേരാണ് ഉപരിതല പരപ്പളവ്. ശ്രദ്ധിക്കുക, എന്താണ് പറയുന്നത്? ഉപരിതല പരപ്പളവ് എന്നോട് എഴുതുകയാണ്. അപ്പൊ ഉപരിതല പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഈ പുറം ഭാഗത്തിന്റെ മുഴുവൻ അളവിനെ വിളിക്കുന്ന പേരാണ് ഉപരിതല പരപ്പളവ്. നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം, നമ്മൾ ഇതിലെ ഒരു രൂപം ഇങ്ങനെ പുറത്തേക്ക് ഞാൻ മാറ്റി വരയ്ക്കുകയാണ്. അതായത് ഒരു മുഖം പുറത്തേക്ക് മാറ്റി വരച്ചാൽ അതൊരു സമചതുരമാണ്. സമചതുരത്തിന്റെ വശത്തിന് നമ്മൾ കൊടുത്ത വേരിയബിൾ എ ആണ്. സമചതുരത്തിന്റെ വിസ്തീർണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എത്രയാണ്? a² ആണ്. പിന്നെ നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇതിന് 6 മുഖങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഓരോ മുഖത്തിന്റെയും പരപ്പളവ് a² ആണെങ്കിൽ 6 മുഖത്തിന്റെയും കൂടെ പരപ്പളവ് എത്രയാണോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കേണ്ടത്? ഉപരിതല പരപ്പളവ്. ഇക്വേഷൻ എഴുതി വെച്ചോളൂ. ഉപരിതല പരപ്പളവ് കാണുന്ന ഇക്വേഷൻ എന്താണ്? 6a² ആണ്. ശ്രദ്ധിക്കുക കേട്ടോ. ക്യൂബിന്റെ സർഫസ് ഏരിയ കണക്കാക്കുന്ന ഇക്വേഷൻ ആണ് 6a². ഇനി നമുക്ക് ക്യൂബോയിഡിലേക്ക് വരാം. ക്യൂബോയിഡിലേക്ക് വരുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ വരയ്ക്കുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു നീളവും ഈ ഒരു വീതിയും പരിഗണിക്കാം. ഇതൊരു ത്രിമാന രൂപമാണ്. നിങ്ങളുടെ മാർക്ക് ചെയ്യുന്ന ഈ രൂപം ഒന്ന് ശ്രദ്ധിക്കാം. ഇതൊരു ചതുരാകൃതിയാണ്, റെക്ടാങ്കിൾ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന റെക്ടാങ്കിളിന്റെ ഏരിയ നമ്മൾ കണക്കാക്കുന്നത് LB ആയിരിക്കും, നീളം ഇൻറ്റു വീതി ആയിരിക്കും. ചതുരത്തിന്റെ വിസ്തീർണ്ണം കണക്കാക്കാൻ നീളവും വീതിയും കൂടി പറയാം. അപ്പൊ ഈ കാണുന്ന രൂപത്തിന്റെ എന്താ സർഫസ് ഏരിയ പരപ്പളവ് L×B, നീളം ഇൻറ്റു വീതി എന്ന ഇക്വേഷൻ നമുക്ക് കിട്ടും. അപ്പൊ ഈ കാണുന്ന ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന ഈ രൂപം തന്നെയാണ് എവിടെയും വരുന്നത്? മുകളിൽ ഇങ്ങനെ വരുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ LB എന്ന പരപ്പളവ് ഈ രൂപത്തിൽ 2 തവണ വരുന്നുണ്ട്. ശ്രദ്ധിക്കുക, 2LB ആയി. ഇപ്പൊ നമുക്ക് 2 മുഖങ്ങളുടെ പരപ്പളവ് കിട്ടി.
ഇനി നമുക്ക് ഈ സൈഡിലേക്ക് വരാം. ഈ കാണുന്ന സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതും ഒരു റെക്ടാങ്കിൾ ആണ് അല്ലെ? ഞാൻ മാർക്ക് ചെയ്ത് ശ്രദ്ധിക്കണം കേട്ടോ. ഇതും ഒരു റെക്ടാങ്കിൾ ആണ്. അപ്പൊ ഇതിന്റെ നീളം നമുക്ക് ബി ആയിട്ടും വീതി എച്ച് ആയിട്ടും പരിഗണിക്കാം. അപ്പൊ ആ കാണുന്ന ഇങ്ങനെ വരയ്ക്കുന്ന ഈ കാണുന്ന ചതുരത്തിലെ പരപ്പളവ് ബി എച്ച്, അതായത് നീളം ഇൻറ്റു വീതി, ഈ അളവ് ഈ ഡയമെൻഷൻ കൂടി ക്രിയേറ്റ് ചെയ്യാം, അതിൽ കിട്ടും. അതേ അളവാണ് ഇവിടെയും വരുന്നത് അല്ലെ? കണ്ടോ? അതും എന്താണ്? ബി എച്ച് ആണ്. അപ്പൊ അവിടെ 2 ബി എച്ച് എന്ന് പറയുന്ന പരപ്പളവ് വരുന്നുണ്ട്. അതായത് 4 മുഖങ്ങളുടെ പരപ്പളവ് കിട്ടി. ഒന്ന് താഴെയും മുകളിലും, 2 വശങ്ങളിലായിട്ട് വരുന്ന 4 മുഖങ്ങളുടെ പരപ്പളവ് സെപ്പറേറ്റ് നമ്മൾ കണ്ടു. ഇനി നേരെ ഫ്രണ്ടിലേക്ക് വരുന്ന മുഖം ത്രിമാന രൂപമാണ്. ഞാൻ ഒരുപാട് ഷെയ്ഡ് കിട്ടുന്നത്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഈ ഒരു മുഖം നമുക്ക് ഈ ഒരു ഡയമെൻഷൻ എൽ ആയിട്ടും ഈ ഡയമെൻഷൻ എച്ച് ആയിട്ടും പരിഗണിക്കാം. അപ്പൊ അതിന്റെ പരപ്പളവ് എൽ എച്ച് ആയിരിക്കും. നേരെ പുറകിലും അതേ ഡയമെൻഷനോട് കൂടിയിട്ടുള്ള ഒരു മുഖം വരുന്നുണ്ട്. അപ്പൊ 2LH എന്ന് പറയുന്ന ഏരിയയും ഇതെടുത്ത് വരുന്നു. ഇപ്പൊ ഈ 2 മുഖങ്ങൾ വീതം 6 മുഖങ്ങളുടെ സർഫസ് ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് സെപ്പറേറ്റ് ചെയ്യാൻ കണ്ടു. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ക്യൂബോയിഡിന്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന 6 മുഖങ്ങളുടെ ഏരിയ കൂട്ടിയാൽ കിട്ടൂലേ? 2LP പ്ലസ് 2BH പ്ലസ് 2LH. ഈ പ്ലസ് എന്ന് പറയുന്ന ചിഹ്നത്തിന്റെ കൂടെയുള്ള ഈ 3 പദങ്ങളിലും 2 കോമൺ ആണ്. അപ്പൊ ആ 2 കോമൺ ആയിരിക്കും പുറത്തേക്ക് തന്നെ 2 ഇൻറ്റു LB പ്ലസ് BH പ്ലസ് LH അങ്ങനെ കിട്ടാം. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? ക്യൂബോയിഡില് സർഫസ് ഏരിയ കണക്കാക്കാനുള്ള ഇക്വേഷൻ 2 ഇൻറ്റു LB പ്ലസ് BH പ്ലസ് LH എഴുതിയിരിക്കണം കേട്ടോ. 2 ഇൻറ്റു LB പ്ലസ് BH പ്ലസ് LH ക്യൂബോയിഡിന്റെ സർഫസ് ഏരിയ. ക്യൂബിന്റെ സർഫസ് ഏരിയ കാണുന്ന ഇക്വേഷൻ എന്താണ്? അത് 6a² ആണ്. 6a² ആണ്. ഇതാണ് ആദ്യമായിട്ട് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് ഇതിന്റെ വ്യാപ്തമാണ്. വ്യാപ്തം അതായത് വോളിയം എന്ന് പറയാം. ഈ വ്യാപ്തം വോളിയം എന്ന കൺസെപ്റ്റിന്റെ മീനിങ് ഇതാണ് ഉള്ളളവ്. ഞാൻ നേരത്തെ പറഞ്ഞു പുറംഭാഗത്തിന്റെ അളവിനെ സർഫസ് ഏരിയ എന്ന് പറയും. ഉള്ളളവിനെ ഈ കാണുന്ന രൂപം ഒരു പൊള്ളയായ രൂപമാണെങ്കിൽ അതിന്റെ ഉള്ളിൽ എത്ര നമുക്ക് വെള്ളം നിറയ്ക്കാം അല്ലെങ്കിൽ എത്ര ഗ്യാസ് നിറയ്ക്കാം, ആ കാണുന്ന അളവിനെയാണ് നമ്മൾ വിളിക്കുന്നത് വ്യാപ്തം അഥവാ വോളിയം. അതായത് ഘനരൂപങ്ങളുടെ ഉള്ളളവിനെ വിളിക്കുന്ന പേരാണ് വ്യാപ്തം. അപ്പൊ ക്യൂബിന്റെ വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ എഴുതി വെച്ചോളൂ. അത് a³ ആണ് കേട്ടോ. a³ ആണ്. ഇവിടെ മുകളിൽ കൃത്യമായിട്ട് 3 എഴുതിയാൽ മതി. a³ ആണ് ക്യൂബിന്റെ വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ. ക്യൂബോയിഡിലേക്ക് വന്നാൽ ക്യൂബോയിഡിന്റെ വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ LBH ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. നീളവും വീതിയും ഉയരവും നേരിട്ട് അങ്ങോട്ട് ഗുണിച്ചാൽ മതി. ശ്രദ്ധിക്കണം കേട്ടോ. നീളവും വീതിയും ഉയരവും നേരിട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യൂബോയിഡിന്റെ വ്യാപ്തം കിട്ടും. ഇവിടെയും നീളവും വീതിയും ഉയരവും നേരിട്ട് ഗുണിക്കുകയാണ്. പക്ഷെ ഇവിടെ നീളവും വീതിയും ഉയരവും ഒരേ അളവായതുകൊണ്ട് നമുക്ക് a³ എന്നുള്ള ഇക്വേഷൻ എഴുതാൻ സാധിക്കും കേട്ടോ. 3 ഒരേ അളവല്ലേ? അപ്പൊ 4 ഇക്വേഷൻസ് ഞാൻ പറയുന്നു. സർഫസ് ഏരിയ ക്യൂബില് 6a², ക്യൂബോയിഡില് 2 ഇൻറ്റു LB പ്ലസ് BH പ്ലസ് LH, വോളിയം ക്യൂബില് a³, ക്യൂബോയിഡില് LBH. ഇനി കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് 2 ഇക്വേഷൻ കൂടെ പറഞ്ഞിട്ട് വൈകിപ്പിക്കാം. അതായത് ഒരു ക്യൂബിന്റെ ഒരു മൂലയിൽ നിന്നും നേരെ വിപരീതമായിട്ടുള്ള മൂലയിലേക്ക്, ഇതാണ് ആ വിപരീതമായ മൂല, ഇതല്ല ഈ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന കോർണർ, അതിലേക്ക് വരയ്ക്കുന്ന ഈ കാണുന്ന ലെങ്തിനെയാണ് നമ്മൾ വികരണം അഥവാ ഡയഗണൽ എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് അറിയാം വികരണം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഇതിലെയുള്ള മൂലകളെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന നേർരേഖയാണെന്ന് വികരണം. വികരണം കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈകിപ്പിക്കാം. വികരണം ക്യൂബിന്റെ വികരണം കാണാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് √3a എഴുതിയിരിക്കണേ. √3a അതല്ലെങ്കിൽ a√3, അതായിരിക്കും കുറച്ചുകൂടെ സൗകര്യം. a√3 രണ്ട് ഒന്നാണ്. a√3. ഓക്കെ. അപ്പൊ ക്യൂബിന്റെ വികരണം കാണാൻ വളരെ എളുപ്പമാണ്. 10 സെന്റിമീറ്റർ വശമുള്ള ക്യൂബിന്റെ വികരണം എത്രയാണെന്ന് ചോദിച്ചാൽ 10√3 എഴുതിയാൽ മതി കേട്ടോ. നമ്മള് സ്ക്വയറിൽ പഠിച്ചിട്ടുണ്ട്. സ്ക്വയറിന്റെ വികരണം കാണാൻ എന്തായിരുന്നു? a√2 ആയിരുന്നു. ക്യൂബിൽ a√3 ആണ്. മാറിപ്പോകും കേട്ടോ. സ്ക്വയറിൽ a√2, ക്യൂബിൽ a√3 ആണ്. ഈ ക്യൂബോയിഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്യൂബോയിഡിന്റെ വികരണം കാണാനുള്ള ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ക്യൂബോയിഡിന്റെ വികരണം കാണാനുള്ള ഇക്വേഷൻ ഞാൻ ഇവിടെയാണ് എഴുതുന്നത്. ശ്രദ്ധിക്കാം. √(a² പ്ലസ് b² പ്ലസ് h², √(l² പ്ലസ് b² പ്ലസ് h². ഇതാണ് ക്യൂബോയിഡിന്റെ വികരണം കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ചിത്രങ്ങൾ പഠിക്കുക, ചിത്രങ്ങൾ വരയ്ക്കുക, അതിനുശേഷം പറഞ്ഞ ഇക്വേഷൻസ് എല്ലാം കൊണ്ടുവരിക. ഇതിൽ ഞാൻ ഈ മുൻകാലങ്ങളിൽ ഈ ക്യൂബിലും ക്യൂബോയിഡിലും ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ പറയാൻ ശ്രമിക്കാം കേട്ടോ. അപ്പൊ 6a² ഓർമ്മ വേണം, a³ ഓർമ്മ വേണം, a√3 ഓർമ്മ വേണം, 2 ഇൻറ്റു LB പ്ലസ് BH പ്ലസ് LH, LBH, √(l² പ്ലസ് b² പ്ലസ് h². ഈ 3 ഇക്വേഷൻസ് നല്ല ധാരണ വേണം. അപ്പൊ നമ്മുടെ
ചോദ്യം ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ചോദ്യം എഴുതിയെടുക്കാം. ചോദ്യം ഇങ്ങനെയാണ്: 12 മീറ്റർ നീളവും 9 മീറ്റർ വീതിയും 8 മീറ്റർ ഉയരവുമുള്ള 12 മീറ്റർ നീളവും 9 മീറ്റർ വീതിയും 8 മീറ്റർ ഉയരവുമുള്ള ഒരു മുറിയിൽ വെക്കാവുന്ന ഏറ്റവും വലിയ ദണ്ഡിന്റെ നീളം എത്രയാണ്? 12 മീറ്റർ നീളവും 9 മീറ്റർ വീതിയും 8 മീറ്റർ ഉയരവുമുള്ള ഒരു മുറിയിൽ വെക്കാവുന്ന ഏറ്റവും വലിയ ദണ്ഡിന്റെ നീളം എത്രയാണ്? അപ്പൊ ഞാൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങുകയാണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക. അറിയുന്നവര് ഒരുപാട് പേരുണ്ടായിരിക്കും. നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെയാണ് പറയാനുള്ളത്. ആദ്യമായിട്ട് നമ്മൾ ഈ ചോദ്യം ഒന്ന് വായിക്കണം. പരീക്ഷാ ഹാളിൽ നിന്നും ഈ ചോദ്യം വായിക്കാന്ന് വിചാരിക്കാം. അപ്പൊ ഏതെങ്കിലും ഒരു ത്രിമാന രൂപത്തിന്റെ അല്ലെങ്കിൽ ഘനരൂപത്തിന്റെ പേര് ഈ ചോദ്യത്തിനകത്തുണ്ടോ? നിങ്ങൾക്ക് ക്യൂബിന്റെ അല്ലെങ്കിൽ ക്യൂബോയിഡിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ത്രിമാന രൂപത്തിന്റെ പേര് ഈ കാണുന്ന ചോദ്യത്തിൽ തന്നിട്ടില്ല. ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏത് ചിത്രത്തിനെ കുറിച്ചാണ് ചോദ്യത്തിൽ ഈ പറഞ്ഞിരിക്കുന്നത്. ആദ്യം നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ നീളം 12 മീറ്റർ, വീതി 9 മീറ്റർ, ഉയരം 8 മീറ്റർ. നീളവും വീതിയും ഉയരവും ഒരേ അളവ് വരുന്ന രൂപമാണെങ്കിൽ ക്യൂബ് എന്നും വ്യത്യസ്ത അളവ് വരുന്ന രൂപമാണെങ്കിൽ ക്യൂബോയിഡ് എന്നും ക്ലാസിഫൈ ചെയ്യാം. നേരത്തെ പഠിച്ചു. അപ്പൊ തന്നിരിക്കുന്ന അളവ് എന്താണ്? ക്യൂബോയിഡിന്റേതാണ്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു തീപ്പെട്ടി, ഒരു വെട്ടുകല്ല്, ഒരു ഇഷ്ടിക, ഒരു സാധാരണ മുറി, ഇതെല്ലാം ക്യൂബോയിഡ് ആകൃതിയുള്ളതാണ്. പ്രാഥമികമായിട്ട് നമ്മൾ അതെങ്കിലും അറിഞ്ഞു വെക്കണം. അപ്പൊ മുറി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂബോയിഡ് ഷേപ്പിൽ വരുന്നതാണ്. നീളം 12 മീറ്റർ, വീതി 9 മീറ്റർ, ഉയരം 8 മീറ്റർ. നമുക്ക് ഒരു മുറിയില് പല രീതിയിൽ, ഈ ദണ്ഡെന്ന് പറഞ്ഞാൽ ഒരു വടി അത്രയേ ഉള്ളൂ, പല രീതിയിൽ അല്ലെങ്കിൽ പല വലുപ്പമുള്ള വടികൾ ഒരു റൂമിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. പക്ഷെ ഇവിടെ പറഞ്ഞാൽ എന്താ? ഏറ്റവും വലിയ ദണ്ഡം, അതായത് അതിനേക്കാളും വലിയ ഒരു വടി നമുക്ക് ആ കാണുന്ന മുറിയിൽ പിന്നീട് ഉൾക്കൊള്ളിക്കാൻ സാധിക്കരുത്. അപ്പോ ഏത് ആകൃതിയിൽ അല്ലെങ്കിൽ എങ്ങനെ വെച്ചാലാണ് നമുക്കൊരു മുറിയിൽ ഏറ്റവും വലിയ ദണ്ഡ് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നത്? ചിന്തിച്ചാൽ മനസ്സിലാവും. ഒരു ക്യൂബോയിഡില് അല്ലെങ്കിൽ ഒരു മുറിയില് വികർണമായി നമ്മൾ ഒരു ദണ്ഡ് വച്ചാൽ അതായിരിക്കും അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലുത്. അറിയാത്തവർ ശ്രദ്ധിച്ചിരിക്കട്ടോ. അതായത് ഒരു മുറിയിൽ അല്ലെങ്കിൽ ഒരു ക്യൂബോയിഡിൽ വെക്കാവുന്ന ഏറ്റവും വലിയ ദണ്ഡ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും അതിന്റെ വികർണമായി വെക്കുന്നതായിരിക്കും. അപ്പൊ ശരിക്കും ഇവിടെ വികർണത്തിന്റെ നീളം എന്ന ചോദ്യം ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചതാണ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചുട്ടോ. എന്താണ്, എങ്ങനെയാണ് വികർണം കാണുന്നത്? ഓർമ്മ. വികർണം കാണുന്ന ഇക്വേഷൻ എന്താ? √L² b² h². അല്ലെ? വികർണം കാണുന്ന ഇക്വേഷൻ ആണ് √L² b² h². അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന വിലകളെല്ലാം ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ വരുന്നത് എങ്ങനെയാണ്? √L എത്രയാണ്? 12² ബ്രെഡ്ത്ത് വരുന്നത് 9 ആണ്, 9² ഹൈറ്റ് വരുന്നത് 8 ആണ്, 8² ഇനി ഈ മൂന്ന് വിലകളുടെയും ഈ മൂന്ന് സംഖ്യകളുടെയും സ്ക്വയറുകൾ എഴുതാം. 12ന്റെ സ്ക്വയർ നിങ്ങൾക്ക് അറിയാം 144 ആണ്, 9ന്റെ സ്ക്വയറോ 81 ആണ്, 8ന്റെ സ്ക്വയറോ 64 ആണ്. അപ്പൊ തന്നിരിക്കുന്ന ഈ മൂന്ന് വർഗ്ഗവും നമുക്ക് ഈ കൂട്ടാം. √144 + 81 + 64. അപ്പൊ കൂട്ടിയാൽ വരുന്ന സംഖ്യ എത്രയാണ്? 289 ആണ്. √289. അപ്പോ ഏത് സംഖ്യയുടെ വർഗ്ഗമൂലമാണ് ഈ 289? നമ്മൾ പഠിച്ചതാണ്. 289 17ന്റെ വർഗ്ഗമൂലമാണ്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. √289 എത്രയാണ്? 17 മീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഈ മുറിയിൽ ഉൾക്കൊള്ളിക്കാവുന്ന ഏറ്റവും വലിയ ദണ്ഡിന്റെ നീളം കണ്ടുപിടിച്ച് എത്രയാണ്? 17 മീറ്റർ ആണ്. അപ്പൊ ഓർത്തിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: തീപ്പെട്ടി, ഇഷ്ടിക, വെട്ടുകല്ല്, മുറി ഇതെല്ലാം ക്യൂബോയിഡ് ഷേപ്പിൽ വരുന്നതാണ്. ക്യൂബോയിഡിനകത്ത് വെക്കാൻ സാധിക്കുന്ന ലാർജസ്റ്റ് റോഡ്, അതായത് ഏറ്റവും വലിയ ദണ്ഡ് എപ്പോഴും വികർണം ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പൊ വികർണത്തിന്റെ ചോദ്യം പലപ്പോഴും അങ്ങനെ ഇൻഡയറക്റ്റ് ആയിരുന്നു വരാറ്. ശ്രദ്ധിക്കട്ടോ. സെന്റിമീറ്റർ ആണ് ഇതിന്റെ ആൻസർ. രണ്ടാമത്തെ ചോദ്യം ബോർഡിൽ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: വ്യാപ്തവും ഉപരിതല വിസ്തീർണവും തുല്യമായ ക്യൂബിന്റെ വശം എത്ര യൂണിറ്റ് ആയിരിക്കും? വശം എത്ര യൂണിറ്റ് ആയിരിക്കും? വ്യാപ്തവും ഉപരിതല വിസ്തീർണവും തുല്യമായ ക്യൂബിന്റെ വശം എത്ര യൂണിറ്റ് ആയിരിക്കും? ക്യൂബിൽ നിന്നാണ് ചോദ്യം വന്നത് അല്ലെ? അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇത് ചെയ്യാൻ അറിയാത്ത ആളുകൾ പേടിക്കുന്നു വേണ്ട. നമുക്ക് എന്തായാലും പരീക്ഷ ഹാളിൽ 4 ഓപ്ഷൻസ് തരും. അപ്പൊ ആ 4 ഓപ്ഷൻസ് 1 by 1 ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യാം. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഉപയോഗിച്ച് വ്യാപ്തം കണ്ടുപിടിക്കാം, ഉപരിതല വിസ്തീർണവും കണ്ടുപിടിക്കാം. എന്നിട്ട് അത് രണ്ടും ഒരേ ആൻസർ കിട്ടുന്ന സന്ദർഭം ഏതാണെന്ന് നോക്കിയാൽ മതി. അതായിരിക്കും കറക്റ്റ് ആൻസർ. യഥാർത്ഥ വഴി ഇങ്ങനെയാണ്:
വ്യാപ്തം എന്ന് പറഞ്ഞാൽ ഒരു ക്യൂബിന്റെ വ്യാപ്തം കണക്കാക്കാനുള്ള ഇക്വേഷൻ a ക്യൂബ് എന്നാണ് അല്ലെ. അതുപോലെ സർഫസ് ഏരിയ ഉപരിതല വിസ്തീർണം അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് 6a² ആണ്. ഇവിടെ ഈ ചോദ്യത്തില് ഇത് രണ്ടും തുല്യമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഈ രണ്ട് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്യണം. a ക്യൂബ് = 6a² എന്ന് പറയാം. ഇനി നമുക്ക് ആ വേരിയബിൾസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ആൻസർ ആയിട്ടോ. അത് കട്ട് ചെയ്യാൻ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യണം. a ക്യൂബ് എന്ന് പറഞ്ഞാൽ a 3 തവണ തുടർച്ചയായിട്ട് ഗുണിക്കാന്നല്ലേ അർത്ഥം. അപ്പൊ സമം 6a² എന്ന് പറഞ്ഞാൽ 6 × a 2 തവണ തുടർച്ചയായിട്ട് ഗുണിക്കാന്നാണ് അർത്ഥം. ഈ സമം ഉപയോഗിച്ച് കഴിഞ്ഞാൽ സമത്തിന്റെ ഇരുവശവും ഒരേ വേരിയബിൾ വന്നു കഴിഞ്ഞാൽ അതങ്ങ് നമുക്ക് ക്യാൻസൽ ചെയ്യാം പരസ്പരം. അപ്പൊ അങ്ങനെ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ഈ എയും ഈ എയും ക്യാൻസൽ ചെയ്തു. ഇവിടെ ഈ എയും ഈ എയും ക്യാൻസൽ ചെയ്തു. ബാക്കി വന്നത് എന്താ? ബാക്കി വന്നത് a = 6. What is a? എന്താണ് a? അതാണ് ക്യൂബിന്റെ വശം. ഇതാണ് നിങ്ങളടുത്ത് കാണാൻ പറഞ്ഞത്. a ആണ് കാണാൻ പറഞ്ഞത്. നിങ്ങൾ കണ്ടു എത്രയാണ്? അത് 6 യൂണിറ്റ് ആണ്. സോ ആൻസർ കിട്ടിയിട്ടോ 6 യൂണിറ്റ് ആണ്. ഇത് ഈ രീതിയിൽ ചെയ്യാൻ കഴിയാത്ത ആളുകളെടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷനിൽ എന്തായാലും 6 ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ 6 ഉപയോഗിച്ചിട്ട് a ക്യൂബ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. 3 തവണ 6 പരസ്പരം ഗുണിച്ചാൽ 216 ആണ് കിട്ടുക. ഇവിടെ 6a² നമ്മൾ 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ a 6 6 സ്ക്വയർ 36 36നെ 6 കൊണ്ട് ഗുണിച്ചാൽ ആ സമയം നമുക്ക് കിട്ടുക 216 ആണ്. അപ്പൊ രണ്ടും ഒരേ ഉത്തരം കിട്ടി. അതായത് വ്യാപ്തവും സർഫസ് ഏരിയയും എന്താണ് ഈക്വൽ ആയി എന്ന കണ്ടീഷൻ കിട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് ആ രീതിയിലും 6 എന്ന ആൻസർ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ സാധിക്കും. ആൻസർ ഈസ് 6. നമ്മുടെ അടുത്ത ചോദ്യം ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ തവണ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ RFO പരീക്ഷയിൽ PSC ചോദിച്ച ഒരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: 3 മീറ്റർ നീളവും 2 മീറ്റർ വീതിയുമുള്ള ഒരു ബോട്ടിലേക്ക് ഒരാൾ കയറിയപ്പോൾ 3 മീറ്റർ നീളവും 2 മീറ്റർ വീതിയുമുള്ള ഒരു ബോട്ടിലേക്ക് ഒരാൾ കയറിയപ്പോൾ ബോട്ട് 1 സെന്റിമീറ്റർ താഴ്ന്നു. ആളുടെ ഭാരം എത്ര? 3 മീറ്റർ നീളവും 2 മീറ്റർ വീതിയുമുള്ള ഒരു ബോട്ടിലേക്ക് ഒരാൾ കയറിയപ്പോൾ ബോട്ട് 1 സെന്റിമീറ്റർ താഴ്ന്നു. ആളുടെ ഭാരം എത്ര? അപ്പൊ ഈ ചോദ്യവും ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മൾ പരീക്ഷ ബോർഡ് ഈ ചോദ്യം വായിക്കുന്ന സമയത്ത് ഏതൊരു ഇവിടെ ത്രിമാന രൂപത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല, ബോട്ട് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കി. 3 മീറ്റർ നീളമാണ്. അപ്പൊ ഇത് ഈ നീളം അതുപോലെ വീതി, ഒരു ബോട്ടിന്റെ നീളം വീതി എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഈ ചോദ്യത്തിൽ സൂചിപ്പിച്ചത് അതിന്റെ ബോട്ടം സൈഡാണ്. അടിഭാഗത്തിന്റെ നീളവും വീതിയുമാണ്. അപ്പൊ നീളം 3 മീറ്റർ, വീതി 2 മീറ്റർ ഇത് തന്നു. അപ്പൊ ഈ ഒരു അടിഭാഗം ഒരു റെക്ടാംഗിൾ ആകൃതിയാണെന്ന് മനസ്സിലാക്കാം. ഞാൻ വരയ്ക്കുന്നത് ബോട്ടം സൈഡ് ആണ്, അടിഭാഗമാണ്. ത്രിമാന രൂപമായതുകൊണ്ട് വരയ്ക്കുമ്പോൾ നന്നായിട്ട് സംശയം വരാൻ സാധ്യത ശ്രദ്ധിക്കണം കേട്ടോ. ഇത് അതിന്റെ അടിഭാഗമാണ്. ഈ ഒരു സാധനം നേരെ ചെരിഞ്ഞ വെള്ളത്തിൽ കിടക്കുന്ന രീതിയിൽ വേണം ശ്രദ്ധിപ്പിക്കാൻ കേട്ടോ. വരയ്ക്കാൻ പ്രയാസമാണ്. അപ്പൊ അടിഭാഗത്തിന്റെ നീളം 3 മീറ്റർ ആണ്, വീതി 2 മീറ്റർ ആണ്. ഇതിലേക്ക് ഒരാൾ കയറുമ്പോൾ ആ അടിഭാഗം 1 സെന്റിമീറ്റർ ഒന്ന് താഴ്ന്നു പോയി എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗം വെള്ളത്തിന്റെ അടിയിലേക്കായി തന്നെ ഇറങ്ങും. അപ്പോ അങ്ങനെയാണെങ്കിൽ ആ കാര്യം ആളുടെ ഭാരം എത്ര? അതായത് ശ്രദ്ധിക്കുക, നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. ഒരു ബോട്ടിലേക്ക് ഒരാൾ കയറുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാരം നമ്മൾ വെക്കുന്ന സമയത്ത് ബോട്ട് താഴേക്ക് പോകും. അപ്പൊ ആ താഴ്ച അല്ലെങ്കിൽ ആ കാണുന്ന ആ ഒരു വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുന്ന പ്രതലത്തിന്റെ ഭാരവും കയറിയ ആളുടെ ഭാരവും എന്തായിരിക്കും? തുല്യമായിരിക്കും. അല്ലെങ്കിൽ കയറിയ ആളുടെ ഭാരം എത്രയാണോ അത്രയും ഭാരമാണ് വെള്ളത്തിന്റെ അടിയിലേക്ക് വരുന്നത്. അപ്പൊ ഈ വെള്ളത്തിന്റെ അടിയിലേക്ക് ഉൾക്കൊണ്ട ഈ ബോട്ടിന്റെ അത്രയും ഭാഗത്തിന്റെ ഭാരം ആളുടെ ഭാരത്തിന് തുല്യമാണ്. അപ്പോ നോർമലി നമ്മൾ പറയാറുള്ളത് ഇത് എന്താണ്? ഒരു പ്രതല രൂപമാണ്. നീളവും വീതിയും 2 വ്യത്യസ്ത അളവായതുകൊണ്ട് ഇത് പ്രതല രൂപം റെക്ടാംഗിൾ ആണ്. അതിലേക്ക് നമ്മൾ എന്താ പറയാ, ആ ബോട്ടിന്റെ അടിയിലേക്ക് വന്ന ഹൈറ്റ് കൂടെ പരിഗണിച്ച് കഴിഞ്ഞാൽ എന്തായി? ഒരു ക്യൂബോയിഡ് ആകൃതിയിലായി. നന്നായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ തൽക്കാലം ചെറുതായിട്ട് വരയ്ക്കാം. ഇതാണ് ബോട്ടിന്റെ ഒരു അടിഭാഗം. നീളം 3 മീറ്റർ, വീതി 2 മീറ്റർ. അപ്പോ വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുന്നത് ഇത്രയും ഭാഗമാണ്. 1 സെന്റിമീറ്റർ അളവ് വരെയുള്ള ഈ ഒരു ഭാഗം ഇപ്പൊ വെള്ളത്തിന്റെ അടിയിലായി. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ഭാഗത്തിന്റെ ഭാരം ആരുടെ ഭാരത്തിന് തുല്യമായിരിക്കും? ഈ ഭാരം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്ന ഡയമെൻഷൻ വോളിയമാണ് കേട്ടോ. ഓക്കെ, അതായത് ഈ കാണുന്ന രൂപത്തിന്റെ വോളിയമാണ് ആക്ച്വലി ആരുടെ ഭാരമായിട്ട് വരുന്നത്. അപ്പൊ ഇത് നീളം 3 മീറ്റർ, വീതി 2 മീറ്റർ, ഉയരം 1 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഷേപ്പ് മനസ്സിലായി. ഏതാ? ക്യൂബോയിഡ് ഷേപ്പാണ്. അപ്പൊ ഈ കാണുന്ന വെള്ളത്തിന്റെ താഴെയുള്ള ക്യൂബോയിഡിന്റെ വോളിയമാണ് ആക്ച്വലി ആളുടെ ഭാരമായിട്ട് വരുന്നത്. എന്താണ് ക്യൂബോയിഡിന്റെ വോളിയം കാണുന്ന ഇക്വേഷൻ? അത് LBH ആണ്.
ഈ LDH ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചോദ്യത്തില് നീളം 3 മീറ്റർ ആണ്, വീതി 2 മീറ്റർ ആണ്, ഉയരം പക്ഷെ 1 സെന്റിമീറ്റർ ആണ്. ഇത് രണ്ടും ഒരേ യൂണിറ്റ് അല്ല. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂണിറ്റിൽ നന്നായിട്ട് വ്യത്യാസം കാണിക്കും. അപ്പൊ അതുകൊണ്ട് 3 മീറ്റർ പറഞ്ഞാൽ 300 സെന്റിമീറ്റർ എന്ന് കൊടുക്കുകയാണ്. കാരണം 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ. അപ്പൊ 3 മീറ്റർ എന്ന് പറഞ്ഞാൽ 300 സെന്റിമീറ്റർ ആണ്. അതുപോലെ 2 മീറ്റർ എന്ന് പറഞ്ഞാൽ 200 സെന്റിമീറ്റർ ആണ്. ഇനി നിങ്ങൾക്ക് LDH കംപ്ലീറ്റ് ചെയ്യാം. ഞാനത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കട്ടോ. 300 സെന്റിമീറ്റർ ഇൻറ്റു 200 സെന്റിമീറ്റർ ഇൻറ്റു 1 സെന്റിമീറ്റർ. നമ്മളിത് ഗുണിച്ച് കഴിഞ്ഞാൽ 3 ഇൻറ്റു 2 6. പിന്നെ നമുക്ക് 1 2 3 4 4 പൂജ്യമാണ്. 1 2 3 4 60,000 സെന്റിമീറ്റർ എത്രയാണ്? സെന്റിമീറ്റർ ക്യൂബ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടി. ഈ വെള്ളത്തിന്റെ അടിയിലുള്ള ക്യൂബോയിഡിന്റെ ഭാരം അല്ലെങ്കിൽ വോളിയം അത് 60,000 സെന്റിമീറ്റർ ക്യൂബ് ആണ്. അപ്പൊ അവരുടെ ഭാരവും എത്രയാണ്? 60,000 സെന്റിമീറ്റർ ക്യൂബ് ആണ്. പക്ഷെ ഭാരത്തിന് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കാറുള്ള യൂണിറ്റ് സെന്റിമീറ്റർ ക്യൂബ് എന്നല്ല, കിലോഗ്രാം അല്ലെങ്കിൽ ഗ്രാം എന്നല്ലേ. അപ്പൊ ആളുടെ ഭാരമായതുകൊണ്ട് അത് കിലോഗ്രാമിലാണ് നമ്മൾ പറയാം. അതായത് സെന്റിമീറ്റർ ക്യൂബും കിലോഗ്രാമും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. ആ ബന്ധമാണ് മനസ്സിലാക്കേണ്ടത്. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 സെന്റിമീറ്റർ ക്യൂബിന് തുല്യമാണ്. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 സെന്റിമീറ്റർ ക്യൂബിന് തുല്യമാണ്. അപ്പൊ 60,000 സെന്റിമീറ്റർ ക്യൂബ് എത്ര കിലോഗ്രാം ആണെന്ന് കാണാൻ ജസ്റ്റ് 1000 കൊണ്ട് ഹരിച്ചാൽ മതി. 60,000 ഹരിക്കണം 1000. 3 പൂജ്യം ഞാൻ അങ്ങനെ വെട്ടി. ബാക്കി വന്നത് എത്രയാണ്? 60 ആണ്. അപ്പൊ ആളുടെ ഭാരം എത്രയാണ്? 60 കിലോയാണ്. ഇതിൽ കൂടി പറയാൻ ശ്രദ്ധിക്കാം. നീളം 3 മീറ്റർ, വീതി 2 മീറ്റർ. അങ്ങനെ പറഞ്ഞാൽ ആ ബോട്ടിന്റെ അടിഭാഗം കൂടി ചതുരാകൃതിയാണ്. 1 സെന്റിമീറ്റർ വെള്ളത്തിന്റെ താഴേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അത്രയും ഭാഗം ക്യൂബോയിഡ് ഷേപ്പ് ആയിരിക്കും. ആ 1 സെന്റിമീറ്റർ ഉയരമുള്ള ആ ഒരു പ്രതലം അല്ലെങ്കിൽ ആ ഒരു ത്രിമാന രൂപം എവിടെയാണ് വരുന്നത്? വെള്ളത്തിന്റെ അടിയിലാണ്. അപ്പൊ വെള്ളത്തിന്റെ അടിയിൽ നിൽക്കുന്ന ആ കാണുന്ന രൂപത്തിന്റെ ഭാരം ആളുടെ ഭാരത്തിന് തുല്യമായിരിക്കും. ഈ രൂപത്തിന്റെ ഭാരം എന്ന് പറഞ്ഞാൽ വോളിയമാണ്. അപ്പൊ ആ രൂപം നമുക്ക് ക്യൂബോയിഡ് ആണെന്ന് മനസ്സിലായി. നമ്മൾ വോളിയം കണ്ടു. വോളിയം നമുക്ക് കിട്ടിയത് 60,000 സെന്റിമീറ്റർ ക്യൂബ് എന്നാണ്. ഭാരം പക്ഷേ സെന്റിമീറ്റർ ക്യൂബിൽ പറയാറില്ല, കിലോഗ്രാമിലാണ് പറയാറ്. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ അത് 1000 സെന്റിമീറ്റർ ക്യൂബിന് തുല്യമാണ്. അപ്പൊ നമ്മൾ ഈ 1000 സെന്റിമീറ്റർ ക്യൂബില് 1000 കൊണ്ട് 60,000 സെന്റിമീറ്റർ ക്യൂബിനെ ഹരിച്ചപ്പോൾ നമുക്ക് ആൻസർ കൃത്യമായി കിട്ടി 60 കിലോഗ്രാം എന്ന്. നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചു പഠിക്കണം കേട്ടോ.